ആൽബർട്ട് അലക്സ്, സൂപ്പർവൈസർ, ഗോൾഡൻ വാലി ടി എസ്റ്റേറ്റ്, സൂര്യഗിരി. Good morning. Good morning. I am Isaac Thomas from Crime Branch. Glad to meet you. I'm Krishnan Unni Menon. Please take your seat. Thank you. എന്താ പ്രത്യേകിച്ച് ഈ വഴി? ഇയാളെ ഇവിടെ എവിടെയെങ്കിലും കണ്ടതായി ഓർക്കുന്നുണ്ടോ? ഇല്ല. കഴിഞ്ഞ ദിവസം താങ്കളുടെ എസ്റ്റേറ്റ് ബൗണ്ടറിക്ക് അടുത്ത് വെച്ചുണ്ടായ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടത് ഇയാളാണ്. കുറേയേറെ ക്രിമിനൽ കേസുകളിൽ പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കക്ഷിയെ. ചുരുക്കി പറഞ്ഞാൽ ആളൊരു വാടക കൊലയാളിയാണ്. എനിക്ക് നിങ്ങളുടെ വർക്കേഴ്സ് സെൽസിലൂടെ ഒന്ന് കാണണമായിരുന്നല്ലോ. ഈ കക്ഷിയെ ആരെങ്കിലും കണ്ടിരുന്നോ, ഉണ്ടെങ്കിൽ എവിടെ വെച്ചാണ് എന്നിങ്ങനെ ചില ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയായിരുന്നു. ഞാൻ വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്യാം. ദാറ്റ് വിൽ ബി ഫൈൻ, താങ്ക് യു. ഈ സൂപ്പർവൈസർ ആൽബർട്ട് അലക്സ്, എനിക്ക് ആദ്യം കാണുന്നത് അയാളെയാണ്. என்ன மரியம்மா, உன் பொண்ணு இன்னைக்கு வேலைக்கு இல்லையா? என்னாச்சு? ஐயா, அவளுக்கு உடம்பு சரியில்லை. என்னம்மா இவ்வளவு மெதுவா கிளற? கை கையாதான் வலிக்குதா? கடற்கரை வேலையை பாரு. சூப்பர்வைசர் சார், உங்களை போலீஸ் கூப்பிடுறாங்க. You are Mr. Albert Alex? അതെ സർ. ഈ ഫോട്ടോയിൽ കാണുന്ന സലീം നിങ്ങളെ കാണാൻ വന്നിട്ട് എപ്പോഴാണ് തിരിച്ചു പോയത്? സലീമോ? അതെ, കഴിഞ്ഞ ദിവസം ജീപ്പ് ആക്സിഡന്റിൽ മരിച്ച സലീം. എന്നെ കാണാൻ വന്നിട്ടില്ലല്ലോ. നിങ്ങളെ കാണാൻ വന്നിട്ടില്ല? ഇല്ല. നിങ്ങൾക്ക് അയാൾ പരിചയമേ ഇല്ലെന്നോ? ഇല്ല സർ, എനിക്ക് പരിചയമില്ല. മിസ്റ്റർ മേനോൻ, അപ്പോൾ ആരാ പറഞ്ഞത് അയാൾ ആൽബർട്ടിന്റെ ക്വാർട്ടേഴ്സിൽ ഇറങ്ങിപ്പോകുന്നത് കണ്ടെന്നോ? ചേടാ, ഓരോരുത്തന്മാര് കാച്ചുന്ന കാച്ച്. മിസ്റ്റർ ആൽബർട്ടിന്റെ നാട് എവിടെയാ? നെന്മാറ. ഓ, പാലക്കാട്. എനിക്ക് നിങ്ങളുടെ പെർമനന്റ് അഡ്രസ് തരുന്നതിൽ വിരോധമില്ലല്ലോ? ഇല്ല. എന്തിനാ സാർ? നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരുടെ കാര്യം പറയാൻ പറ്റുമോ? കിണറ്റിൽ മുങ്ങിയ കുളത്തിലല്ലേ പൊങ്ങുന്നത്? ആജീവനാന്ത ആരാ ഒരേ ജോലിയിൽ തന്നെ ഇരിക്കുന്നത്? ഇന്നിവിടെയാണെങ്കിൽ നാളെ മറ്റൊരിടത്ത്. അപ്പോ ഫ്യൂച്ചറിൽ കോണ്ടാക്ട് ചെയ്യാൻ ഒരു പെർമനന്റ് അഡ്രസ്. NENMAR. ഇങ്ങനെയല്ലല്ലോ വരേണ്ടത്. NEMMAR. അതല്ലേ ശരി? അതെ സർ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു മിസ്റ്റർ ആൽബർട്ട്. നിങ്ങളുടെ പണി നടക്കട്ടെ. താങ്ക് യു.
എന്തായി ആൽബർട്ടിന്റെ നാട്ടിൽ പോയിട്ട്? കഴിഞ്ഞ 6 മാസമായിട്ട് ഈ ആൽബർട്ടിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. അയാളുടെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട് ലോക്കൽ സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. എന്നിട്ട് അന്വേഷണം ഒന്നും ഉണ്ടായില്ലേ? അയാൾക്ക് ബന്ധു എന്ന് പറയാൻ ഒരു അമ്മാവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും ഫർദറായിട്ട് ഒന്നും ഫോളോ അപ്പ് ചെയ്തിട്ടില്ല. എവിടെയെങ്കിലും നാട് വിട്ട് പോയിരിക്കുമെന്നാണ് അവിടുത്തെ സംസാരം. നൗ ഇറ്റ് ഈസ് ക്ലിയർ. സാർ, ഇത് സേതുമാധവൻ ആൽബർട്ടിന്റെ ഐഡന്റിറ്റിയിലാണ് ഇയാൾ ഇപ്പൊ ജീവിക്കുന്നത്. ഇയാളെങ്കിൽ പൊക്കിയാലോ സാർ? വരട്ടെ. നമുക്കാദ്യം ഈ സാറിനെ ഒന്ന് കാണണം. താൻ വന്നിട്ട് കുറെ നേരമായോ? ഇല്ല സാർ. സോറി, ഞാൻ അല്പം ബിസി ആയിരുന്നു. തന്നെ വിളിപ്പിച്ചത് എടോ, എന്റെ അംബാസഡർക്കാരന് അല്ലറത്തിലുള്ള പണിയുണ്ട്. താനാവൊന്ന് കൊണ്ടുപോയി നീറ്റായി കൊണ്ടുവരണം. ചെയ്യാം സാർ. ഇരിക്കേ. വേണ്ട സാർ. ഇരിക്കേടോ. പെട്രോൾ എഞ്ചിൻ മാറ്റി ഡീസൽ കയറ്റിയാലോ എന്നൊരു ആലോചന. താൻ എന്ത് പറയുന്നു? നല്ലതാണ് സാർ. പിന്നെ തന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സേതുമാധവനുണ്ടല്ലോ, അയാളിപ്പോ എവിടെയാ? അറിയില്ല സാർ. എന്നാ താൻ പോ. അതെ, ആ സൂര്യഗിരിയിലെ ഗോൾഡൻ വാലി എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ഒരു ആൽബർട്ടിനെ തനിക്കറിയാവോ? അറിയില്ല സാർ. ശരി ശരി. പിന്നെ ഈ ഡീസൽ എഞ്ചിൻ കയറ്റാന്ന് വെച്ചാൽ മെറ്റഡോറോ ജെയോ ഏതാ നല്ലത്? എല്ലാം നല്ലതാണ്. ആദ്യം അല്ലറ ചില്ലറ പണിയൊക്കെ തീരട്ടെ. ശരി സാർ. നിന്നെ വിളിച്ച അയാളിങ്ങനെയെല്ലാം ചോദിച്ചെന്തിനാ എനിക്ക് മനസ്സിലാവാത്തത്? ഐസക് ഒരു കുറുക്കനാ. എന്തിനുള്ള ഭാവമാണെന്ന് ആർക്കറിയാം? എടാ, അന്ന് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ ഒരുത്തിന് എന്റെ കാശ് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചെന്ന്. അവൻ ഇവിടെ കണ്ടു വെച്ചൊരു ആക്സിഡന്റിൽ ചത്തു. അന്ന് ഈ ഐസക്കാണ് അവനെ അറിയോന്ന് ചോദിച്ചു എന്റെ അടുത്ത് വന്നത്. അന്നേ അയാൾക്ക് എന്നിൽ എന്തോ സംശയമുള്ളത് പോലെ. പുലിവാലായ കോള. സ്വസ്ഥത നശിച്ചല്ലോ ഭഗവാനെ. നീ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. കുറച്ച് ദിവസത്തേക്ക് ലീവ് എഴുതി കൊടുക്ക്. നാളെ നമുക്ക് ഒരുമിച്ച് നാട്ടിലേക്ക് പോവാം. ഇവിടെ നിന്ന് മാറി തിരിച്ചെത്തുമ്പോഴത്തേക്ക് എല്ലാം ശരിയാവും. എന്താ ആൽബർട്ടി പറയുന്നത്? ഇപ്പോൾ ലീവ് എടുത്താൽ എങ്ങനെയാ? ഒന്നാമത് നിങ്ങളുടെ പ്രൊബേഷൻ തന്നെ കഴിഞ്ഞിട്ടില്ല. സാർ, അത് കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ടാ. കഴിയുന്നേ ഞാൻ തിരിച്ചെത്താം. ഒരാഴ്ചയിൽ കൂടുതൽ എന്തായാലും പറ്റില്ല. ഒന്നാമത് മാനേജറിന് ലീവ്. ഹലോ, കൃഷ്ണനുണ്ണി ഹിയർ. ആരെ? ആൽബർട്ട്, ജസ്റ്റ് 1 സെക്കൻഡ്. ഹലോ ആൽബർട്ടേ, ഇത് ഞാനാ, സാക്ഷാൽ ആൽബർട്ട്. ഹലോ, ആരാ? എന്റെ സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് ജോലിയൊക്കെ സമ്പാദിച്ച് വിലസി എങ്ങനെ കഴിയുകയാണല്ലേ സുഹൃത്തെ? ഈ സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി സ്കൂളിലും കോളേജിലുമായി 10-15 വർഷം ഞാൻ പെട്ട പാട് താൻ കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ പേടിക്കണ്ട. പോലീസിലൊക്കെ അറിയിച്ച് തന്നെ അകത്താക്കണമെന്നൊന്നും എനിക്കില്ല. എന്റെ പ്രസന്റ് പ്രശ്നം പണമാണ്. താനൊരു കാര്യം ചെയ്. ഇന്ന് രാത്രി 12 മണിയാകുമ്പോ നമ്മുടെ സിറ്റിയിലെ പുതിയ സ്റ്റേഡിയത്തിന്റെ ബേസ്മെന്റിൽ ഒരു 25,000 രൂപയായിട്ട് വാ. ഞാൻ കാത്തിരിക്കും. പിന്നെ വന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഞാൻ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലോട്ടായിരിക്കും. മനസ്സിലായല്ലോ? മനസ്സിലായി. വെക്കട്ടെ. എടാ, ആളിനെ കാണുന്നില്ലല്ലോ. മണി 12 കഴിഞ്ഞു. കൃത്യം 12 മണിക്ക് വരുമെന്നല്ലേ പറഞ്ഞത്? എടാ, നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. എന്തായാലും കണ്ടല്ലേ പറ്റൂ.
ഇത് വലിയ ശല്യമായല്ലോ. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇനി എനിക്ക് കാത്തു നിൽക്കാൻ വയ്യ. എടാ റോയി, നീ എന്റെ അവസ്ഥ മനസ്സിലാക്കാത്തെന്താ? നാളെ അവൻ പോലീസിൽ എങ്ങനെ കംപ്ലൈന്റ് ചെയ്ത എന്റെ ലൈഫ് പോവും. ആരെങ്കിലും പറഞ്ഞാ വേലിരിക്കുന്ന പാമ്പിനെ എടുത്ത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഓ എന്റെ ഈശ്വര, ഏത് നേരത്താണാവോ ചാക്കുണ്ണേട്ടിനെ ഇന്ന് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ തോന്നിയത്? എടാ സേതു, എന്ത് മണ്ടത്തരമാണ് നമ്മൾ ഈ കാണിച്ചത്? നിന്റെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് ഉള്ള കാര്യവും നീ ഗോൾഡൻ വാലിയിൽ ജോലി ചെയ്യുന്ന കാര്യവും ആകെ കൂടി അറിയാവുന്ന ചാക്കുണ്ണേട്ടനല്ലേ? ഈ ആൽബർട്ടിന് നിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അത് ചാക്കുണ്ണേട്ടൻ വഴിയല്ലേ പറ്റൂ. അങ്ങനെ കണ്ടാ നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാമല്ലോ. നീ വാ, നമ്മൾ രാവിലെ ലോഡ്ജിൽ പോകുന്നു, ചാക്കുണ്ണേട്ടനെ കാണുന്നു, വിവരങ്ങൾ അറിയുന്നു. കേറ്. വെറുതെ രാത്രി മുഴുവൻ മഞ്ഞുകൊണ്ട് ഉറക്കം ഉളച്ചത് മിച്ചം. കയ്യേന്ന് വിടാൻ അഭിശാസ കയ്യേന്ന് വിടാൻ. എനിക്കൊന്നും അറിയില്ലെന്ന്. ചാക്കുണ്ണേട്ടൻ ഞങ്ങൾ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, എനിക്കൊരു കുന്തവും കേക്കണ്ട. അവൻ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുമില്ല, ഞാനൊന്നും അങ്ങോട്ട് പറഞ്ഞതും ഇല്ല. പിന്നെ ആരാ അതിന് ഫോൺ ചെയ്തത്? ആ, അവന്റെ ഡൂപ്പനായിരിക്കും. ഇത് കൊള്ളാവല്ല, ഒരു ഉപകാരം ചെയ്തതിന് എന്നെ ശിക്ഷിക്കാണ്. അതെങ്ങനെയാ ചാക്കുണ്ണേട്ട? സർട്ടിഫിക്കറ്റിന്റെ കാര്യവും ഞാൻ സൂര്യഗിരിയിലാണെന്നുള്ള വിവരവും ചാക്കുണ്ണേട്ടൻ പറയാതെ അവൻ എങ്ങനെ അറിയാനാ? എന്റെ പൊന്നു സാധു, ഞാൻ പറഞ്ഞില്ല എന്ന്. വിട്, നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോവാം. ഏതായാലും പറഞ്ഞ സമയത്താ വന്നില്ലല്ലോ, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. വാ. ഒരു കരപറ്റിപ്പോയി എന്ന് കരുതിയതാണ്. അപ്പതേ വീണ്ടും വരണം വഞ്ചിയും വലയമായിട്ട്. ഏത് നേരത്താണ് ഈ കുരിശിന്റെ ഒക്കെ മുഖം ഞാൻ കണ്ടത്? എന്റെ ഈശോയെ. ഈശോയെ, 3 പേരും കൂടി ഒരു പാവം പെണ്ണിനെ ചുട്ടുകൊന്നു അല്ലടാ? ചുടണതാ സാർ. എന്ത് ചുടണ കാര്യമാണ് ഈ പറയണത്? പുഴുങ്ങാണെങ്കിൽ പിന്നെ വല്ല തുണിയുടെ കാര്യമാണെന്നെങ്കിലും വെക്കാം. മിണ്ടരുത്. അവന്മാർ 2 പേരും കൂടെ പിടിച്ചു കെട്ടിയിട്ടു. എന്നിട്ട് താൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. അങ്ങനെയാണ് ഉണ്ടായത്. സാർ എന്താണ് മനുഷ്യനെ വിഷമിപ്പിക്കണത്? നമ്മൾ ഈ മുൻവൈരാഗ്യം വല്ലതും കൊണ്ടാ? ഞാനൊരു പ്രാണീനെയും കൂടെ കൊല്ലാത്തവരാണ്. ഒരു പാവപ്പെട്ട സേതുവും റോയും തന്നെ കാണാമെന്ന് എന്തിനായിരുന്നു? രക്ഷപ്പെടാനുള്ള പ്ലാൻ തയ്യാറാക്കാനായിരുന്നു അല്ലേ? അയ്യോ, അവര് ഞാൻ കൊടുത്തൊരു സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയാൻ വന്നാണ്. താനാരാടോ, യൂണിവേഴ്സിറ്റിയോ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ? അല്ല. നില്ല്. ഏത് സർട്ടിഫിക്കറ്റിന്റെ കാര്യം താൻ പറഞ്ഞത്? ഏത്? പറയാം. കെ ആൽബർട്ട് അലക്സ്. ഇത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണല്ലോ. ആരായാള്? 3-4 മാസമായിട്ട് ഇതിവിടെ ഉണ്ട്. മുറിയെടുത്ത ഒരുത്തം മറന്നു വെച്ചതാണ്. ഇതുവരെ കാത്തു, ആ വകന്ത വന്നില്ല. നിനക്ക് ഇതുകൊണ്ടൊരു ജോലി കിട്ടുന്നെങ്കിൽ പോയി രക്ഷപ്പെടാൻ നോക്കടാ. വല്ലവരുടെയും സർട്ടിഫിക്കറ്റ് കൊണ്ട് ജോലി മേടിച്ചാലേ അകത്താവും. ക്രിമിനൽ കുറ്റവാ. അതിപ്പോ ആരാണ് അറിയാൻ പോണത്? അല്ല, അവ തിരിച്ചു വന്നാലോ? 4 മാസമായിട്ട് വരാത്തവനാണ് ഇനിയിപ്പോ തിരിച്ചു വരണേ. അവൻ വല്ല കള്ളക്കടത്തിലോ രാഷ്ട്രീയത്തിലോ സിനിമയിലോ ചേർന്ന് കാണും. അതിന് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടല്ല. വേണ്ട ചാക്കുണ്ണേട്ടാ, ഇതൊന്നും ശരിയാവില്ല. നിനക്ക് പേടിയാണെങ്കിൽ നീ ഇവിടെ നിൽക്കണ്ട, ദൂരോട്ടെങ്ങാനും പൊക്കോ. നീ ഒരു കാര്യം ചെയ്യും. സൂര്യഗിരിയിലെ ഗോൾഡൻ വാലി എസ്റ്റേറ്റിൽ എന്റെ ഒരു സ്വന്തക്കാരൻ ചെറുക്കനുണ്ട്, ജോസൂട്ടി. ആ മരപ്പോർക്ക് അവിടുത്തെ സൂപ്രണ്ടാണ്. ഞാനൊരു എഴുത്ത് തരാം, നീ പോയി ഒന്ന് ശ്രമിച്ചു നോക്ക്. ഈശോ നിന്നോടൊപ്പം ഉണ്ടാ. ചാക്കുണ്ണേട്ടാ, അത് എന്റെ അപ്പോ ഞാൻ പറഞ്ഞെന്ന് കരുതി നീ ചെയ്യണ്ട. ശരിക്ക് കിടന്ന് ആലോചിച്ചിട്ടൊക്കെ ചെയ്താൽ മതി. ഗുണമായാലും ദോഷമായാലും നിനക്ക് തന്നെയാണ്. ഞാൻ പോണേണ്. എത്ര നാളത്തേക്ക് അയാൾ മുറിയെടുത്തിരുന്നത്? 1 ദിവസം മതി എന്നാണ് പറഞ്ഞത്. ഇതെന്താണ് ഇവിടെ കുറെ കണക്കും കാര്യമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? അതായത് മേടിച്ചു കുടിച്ച ചായന്റെയും വിളിച്ച ഫോണിന്റെയും കണക്കാണ്. അവസാനം ഞാൻ തന്നെ അത് കൊടുക്കേണ്ടിയും വന്ന്. 68831 അതിൽ 2 തവണ വിളിച്ചിരുന്നു. പിന്നെ 8674 അതിലൊരു തവണ. അല്ലേടോ? അതെ സാർ. എന്നാ ഞാൻ പോട്ടെ. നില്ലേ, തന്നെ ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ നടന്നതും പുറത്ത് പറയൂ. അത് ഞാൻ പറയാം. പറയും. പക്ഷേ തന്റെ എല്ലിന്റെ എണ്ണം കൂടും, പല്ലിന്റെ എണ്ണം കുറയും ചെയ്യും. മനസ്സിലായോ? അതും മനസ്സിലായി. വെക്കോ.
ബുക്ക് അതങ്ങ് എത്തിക്കാം. പലരുടെയും പറ്റുപടിയുള്ളതാണ്, എത്തിക്കണേ. എടോ റഷീദേ, നമുക്ക് ഈ ഫോൺ നമ്പർ ഒന്ന് ട്രേസ് ചെയ്യണമല്ലോ. എന്റെ ഈശോയെ, നീ എന്താണ് ഈ പറയണത്? പോലീസ് എന്ന് പറഞ്ഞാൽ ലോക്കലൊന്നുമല്ല, ക്രൈമാണ് ക്രൈം. അവരുടെ അടുത്ത് ഈ ചുറ്റിക്കളിയൊന്നും നടക്കും. എന്നിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞോ? ഞാൻ പാതിയെ പറഞ്ഞുള്ളൂ, ബാക്കി എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഹോ, ഈ ആൽബർട്ട് എന്ന് പറഞ്ഞ എന്റെ കയ്യിലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ. കിട്ടിയാ വിടരുത് കേട്ടാ. അവൻ ചില്ലറ നഷ്ടമൊന്നുമല്ല എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. വാടകപ്പണം തന്നില്ല, തുണി തിരുമ്പിയതിന്റെ കാശ്, ഊണ് പോണ്, പിന്നെ ചായ. എന്തിന്? വാടകപ്പണം എന്റെ കയ്യിൽ നിന്നാണ് ഞാൻ രത്നമ്മയ്ക്ക് കൊടുത്തത്. അത് മുതലാക്കാവുന്ന കരുതി അവന്റെ ബാഗ് തുറന്നപ്പോ കിട്ടിയതാ 2 ഉണക്ക പാന്റ് ഷർട്ട്. പിന്നെ നിനക്ക് സർട്ടിഫിക്കറ്റ്. എന്നിട്ടാ ബാഗ് എവിടെ? അതാ തട്ടമ്പുറത്തെങ്ങാനും കാണും. ഇവൻ തന്നെയാണ് ആൽബർട്ട്. എടാ, ഇതൊന്ന് ബിനോയ് പറഞ്ഞിട്ട് നമ്മൾ ബസ്സിൽ വെച്ച് തല്ലിയ പോക്കറ്റടി. ഈ പെണ്ണ് ഭരതമേനന്റെ മോളല്ലേ? അതെ, ഈ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകാനായിരുന്നില്ലേ അന്ന് ബിനോയും ഫ്രണ്ട്സ് നമ്മുടെ അടുത്ത് വന്ന്? അതേടാ. അപ്പോ ബിനോയെ നമ്മൾ കണ്ട ആൽബർട്ടിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടാതിരിക്കില്ല. എന്തായാലോ ടെലിഫോൺ നമ്പറിന്റെ കാര്യം കിട്ടി സർ. 6831 മിസ്റ്റർ ഭരതമേനോന്റെ റെസിഡൻഷ്യൽ നമ്പറാണ്. 8674 ഒരു ലേഡീസ് ഹോസ്റ്റലിലെയും. അവിടെയാണ് മിസ്റ്റർ ഭരതമേനോന്റെ മകൾ താമസിക്കുന്നത്. അപ്പോ ആ 3 കോളുകളും ഭരതമേനന്റെ മകൾക്കുള്ളവയായിരിക്കും. മായയുടെ ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. മായയുടെ ഇപ്പോഴത്തെ കാര്യങ്ങളെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്, അതൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. എന്റെ ചോദ്യം മായ നിങ്ങളോടൊപ്പം ഇവിടെ പഠിച്ചിരുന്ന കാലഘട്ടത്തെ കുറിച്ചാണ്, പ്രത്യേകിച്ച് ആൽബർട്ടും മായയുമായുള്ള ബന്ധത്തെ പറ്റി. പറയൂ. ആൽബർട്ടുമായുള്ള അടുപ്പം മായയുടെ അച്ഛന് തീരെ ഇഷ്ടമില്ലായിരുന്നു. പലപ്പോഴും പരസ്യമായിട്ട് പോലും അദ്ദേഹം അത് വിലക്കിയിട്ടുമുണ്ട്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഹോസ്റ്റലിൽ മറ്റു കുട്ടികൾക്ക് കിട്ടിയിരുന്ന ഫ്രീഡം ഒന്നും മായയ്ക്ക് മാത്രം നൽകിയിരുന്നില്ല. പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ വിട്ട് പുറത്തു പോകുന്ന കാര്യങ്ങളിൽ. ഒടുവിൽ എന്തായി കഥ? അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സിന്റെ സഹായത്തോടെ വീട്ടിൽ പോകുന്നെന്ന് വാർഡനോട് കളവ് പറഞ്ഞാണ് അവൾ അന്ന് ഹോസ്റ്റലിൽ നിന്ന് പുറത്തു പോയത്. ആൽബർട്ടുമൊത്ത് ഒളിച്ചോടാനായിരുന്നു മായയുടെ പ്ലാൻ. എന്നിട്ട് പോയോ? ഇല്ല. അതെന്താ, അയാൾ കാലു മാറിയോ? അങ്ങനെയാണ് പറഞ്ഞു കേട്ടത്. ഏതായാലും ആ സംഭവത്തിന് ശേഷം അവൾ ആകെ ഡെസ്പായിരുന്നു. പിന്നീട് അവൾ കോളേജിലേക്ക് വന്നിട്ടില്ല. ഇത് നടന്നിട്ടിപ്പോ എത്ര നാളായി? ഏതാണ്ട് 6 മാസത്തോളായി.